വാർത്തയിലേക്ക്. എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിലെ താഴെപോക്കാന്തോട് നെയ്തല റോഡിന്റെ നിർമ്മാണം തുടങ്ങി. പഞ്ചായത്തിലെ 8, 10, 11 വാർഡുകളിലൂടെ കടന്നുപോകുന്നതും 2 സംസ്ഥാന പാതകളെ ബന്ധിപ്പിക്കുന്നതുമായ താഴെ പോക്കാന്തോട് നെയ്തല റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം വി.കെ. ശ്രീകണ്ഠൻ എം.പി. നിർവഹിച്ചു. സാങ്കേതികത്വം മറികടന്നു പാലക്കാട് എം.പിയുടെ പ്രപ്പോസലിൽ അത് ഉൾപ്പെടുത്തി. അതുപോലെ നിങ്ങൾക്കറിയാം, അത് ഉൾപ്പെടുത്തിയാൽ ജില്ലയിലെ പരിശോധന, സ്റ്റേറ്റിലെ നോർത്ത് റീജിയന്റെ പരിശോധന, അത് കഴിഞ്ഞ് ഡൽഹിയിൽ നിന്ന് വന്നു പരിശോധന. നമ്മളന്ന് പരിശോധന നടത്താൻ എല്ലാവരും കൂടെ പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞു അല്ലേ? ഏകദേശം 2 കൊല്ലമായില്ലേ? പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് അതിന്റെ അപ്രൂവൽ ആവാൻ ഇത്രയും സമയമെടുത്തു. അപ്രൂവൽ ആവുന്ന സമയത്ത് തെരഞ്ഞെടുപ്പും പ്രഖ്യാപിക്കും. സ്വാഭാവികമായിട്ടും കോഡ് ഓഫ് കോണ്ടാക്ട്, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നു. അത് കഴിഞ്ഞ് ടെൻഡർ കഴിഞ്ഞ് അതിനും ഇഷ്ടംപോലെ സമയമാണ്. ടെൻഡർ കഴിഞ്ഞ് എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞ് അധികം ദിവസമായിട്ടില്ല. ഇതിനൊപ്പം ആണ് നമ്മുടെ പാലം. അത് രണ്ട് പ്രോജക്റ്റ് ആയിട്ടാണ്. പാലവും ടെൻഡർ വെച്ചു. നിർഭാഗ്യവശാൽ അത് കരാറുകാർ എടുത്തിട്ടില്ല. പാലായതുകൊണ്ട് ലാഭം കുറച്ച് കുറയുന്നുള്ളത് കൊണ്ടായിരിക്കും. എന്തായാലും അടുത്ത റീടെൻഡർ ഉടനെ ഉണ്ടാവില്ലേ? ഉടനെ ഉണ്ടാകും. ഈ റോഡ് നിർമ്മാണത്തോടൊപ്പം പാലത്തിന്റെ നിർമ്മാണവും നടക്കും. ഇപ്പോ വളരെ സന്തോഷമുണ്ട്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ കുറെ കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്നത്, ആഗ്രഹം മാത്രമല്ല, ഇവിടെ അത്രമാത്രം ജനങ്ങൾ റോഡില്ലാത്തതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്നു. പ്രത്യേകിച്ച് കൃഷിക്കാരും സാധാരണ ജനങ്ങളുമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകും. ഏറ്റവും നല്ല മികച്ച കരാറുകാരനാണ് ഈ ജോലി എടുത്തത്. മലമ്പുഴ എം.എൽ.എ. എ. പ്രഭാകരൻ അധ്യക്ഷനായി. 40 വർഷത്തോളമുള്ള ജനങ്ങളുടെ സ്വപ്നമാണ് ഈ റോഡ് നിർമ്മാണത്തിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജനയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നിർമ്മാണം നടത്തുന്നത്. 6.175 കിലോമീറ്റർ നീളമുള്ള റോഡ് നിർമ്മാണത്തിന് 5,88,00,000 രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ജൂബി സാന്ദ്ര റിപ്പോർട്ട് അവതരണം നടത്തി. ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം. സുജാത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ.ജി. സരോജ, എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ്. സുനിൽകുമാർ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ. വി. പുണ്യകുമാരി, കെ. ശരവണകുമാർ, ആർ. രാജകുമാരി, പഞ്ചായത്ത് അംഗങ്ങളായ ഡി. രമേശൻ, സി. മൂർത്തി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ. രേവതി ബാബു സ്വാഗതവും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ. നിർമ്മല നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.